ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഓക്കെ ഗായ്സ്, അങ്ങനെ ഖത്തറിലേക്ക് ഉള്ള യാത്രയാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവാണ്. സത്യം പറഞ്ഞാൽ കോമഡി ആവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചെറിയ പൈത മക്കളും പിന്നെ ഞാനും സീനും. എങ്ങനെ വീട്ടിൽ തന്നെ ഇവർ രണ്ടാളെയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ഫ്ലൈറ്റിൽ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 5 മണിക്കൂർ നമുക്ക് ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം കേട്ടോ. എന്തായാലും കണ്ടറിയാം. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവിടെ എത്തട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. അലേഹൻ്റെ കാര്യത്തിലാണ് ചെറിയൊരു പേടിയുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്കും 2 സ്ഥലത്താണ് സീറ്റ്. അതാണ് ചെറിയൊരു വിഷയമുള്ളത്. കാരണം 2 പേരും ഒരുമിച്ചാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്ലൈറ്റിൽ കയറി ടാസ്ക്കാണ്. എൻ്റെ കൂടെ അലേഹയാണ് ഇരിക്കുന്നത്. മൂക്കൊക്കെ ഇപ്പം തന്നെ നോക്കി ഇതാണ് അവസ്ഥ. അവിടെ എത്തുമ്പോൾ ജീവൻ ഉണ്ടെങ്കിൽ കാണാം. വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിരിക്കണം. പറഞ്ഞിട്ട് കാര്യമല്ല, മാന്തി പൊളിക്കുകയാണ് ഇവിടെ. 5 മണിക്കൂർ എങ്ങനെ ഇതിനെ ഞാൻ സൈക്കോ. അങ്ങനെ ഗൈസ്, നമ്മുടെ ഫ്ലൈറ്റിൽ നല്ല മനസ്സിനൊരു ഉടമനെ കണ്ടുമുട്ടി ഗൈസ്. എന്നെ ദ്രോഹിക്കണൊക്കെ കണ്ടിട്ട് ആൾ പറഞ്ഞു, മോനെ ഈ ഒരു പണിയേ എൻ്റെ വൈഫിന് ഇപ്പുറത്തെ സീറ്റിൽ കൊടുത്തു, ഞാൻ മാറിത്തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താക്കി, സിനുവിന് എനിക്ക് വെവ്വേറെ ടിക്കറ്റായിരുന്നു. കാരണം സിനു അലനും അവിടെയും ഞാനും അലേഹും ഇവിടെയും. ഇവിടെ കയറിയിട്ട് അലേഹ കാട്ടുന്ന പരാക്രമവും ഇവിടെ കാണുന്നതൊക്കെ കണ്ടപ്പോൾ എങ്ങനെ ഞാൻ 5 മണിക്കൂർ അലേഹനെ ഇതിൽ കൊണ്ടുപോകാന്ന് വെച്ചിട്ട് നിൽക്കുമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ആള് പറഞ്ഞു ഞാൻ മാറിത്തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആളോട് എന്തോ ഒരു ബഹുപാഠം തോന്നില്ല അല്ലേ. ഫുള്ള് ഇവിടെ ഓൾറെഡി ലേഡീസിൻ്റെ അവിടെ സെക്ഷനിൽ ലേഡീസാണ് അല്ലേ, നമുക്ക് തൊട്ട് അല്ല, അതായത് ലേഡീസാണ് ടോട്ടലി 3 സീറ്റാണുള്ളത്. അതിൽ 3 ലേഡീസാണുള്ളത്. അപ്പോൾ അതിലേക്ക് വേറൊരു ബോയിനെ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ പിന്നെ ഒരു മൂപ്പര് അതൊക്കെ കണ്ടറിഞ്ഞിട്ട് അത്രയും അതിൽ പോയിട്ട് മൂപ്പര് എന്താ വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് തന്ന്. അതിനെന്തായാലും ഒരുപാട് താങ്ക്സ് അല്ലേ. അറിയാത്ത ഒരാളെ നമുക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്തു. പിന്നെ ബേബിക്ക് വേണ്ടതൊക്കെ ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞു. എന്താ പറഞ്ഞു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പറയാനുണ്ട്. ബേബിമാരായിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മേലാൽ ഞാൻ ഫ്ലൈറ്റിൽ ഇവരെ കൊണ്ട് പോരൂല. ടോട്ടലി ഇന്ന് ഫുള്ള് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് തട്ടിത്തിരിവായിരുന്നു ഗൈസ്. അതായത് ലഗേജിൽ മാറ്റം വന്നു, അത് അവിടുന്ന് അയക്കൽ, അത് തിരിക്കൽ. അങ്ങനെ ഞാനെന്താ വെച്ചാൽ എനിക്ക് എന്ന് പറയുമ്പോൾ എന്ത് സാധനം കൊണ്ടുപോകുമ്പോൾ കുറച്ച് കൂടുതൽ കൊണ്ടുപോകണം. അതിങ്ങനെ തൂക്കി കൊണ്ടുപോകുന്ന സ്ഥലമാണെന്നുള്ളത് നമുക്ക് അങ്ങനെ ആലോചിക്കലില്ല. നോക്കിയിട്ടുണ്ട് ഇവിടെ ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുന്നേ ഇടക്കാറാക്കലോട് ഇങ്ങനെ എന്തായാലും ഇൻഷാല്ലാ ഉമ്മാക്കൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഉമ്മ ഒറ്റക്കാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ വീട്ടിൽ പാസഞ്ചറിനെ വിളിക്കണ്ടേ. അപ്പോൾ ഉമ്മ ഒറ്റക്കാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകും. ഒരു 5 ദിവസം ഉമ്മ അവിടെ ആവും. അപ്പോൾ ഉമ്മാനെ ഒറ്റക്കാക്കിയിട്ട് നമ്മൾ ഖത്തറിലേക്ക് വലിച്ചാൻ പോകുമല്ലോ. ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്ത് മൊത്തം സെറ്റാക്കിയതാണ് അല്ലേ അലേഹ. എന്തായാലും ഗൈസ്, ഇവിടുന്ന് 5 മണിക്കൂർ ഇവിടുത്തെ 2 മണി, അതായത് അവിടെ ഒരു 11:30 ആകുമ്പോഴേക്കും എന്തായാലും എത്തേണ്ടതാണ് അല്ലേ. എന്തായാലും ഹാപ്പി ജേണി. അങ്ങനെയൊക്കെ ആരെങ്കിലും പറയാം. എങ്ങനെ ഇതിൽ ഹാപ്പി ജേണി മാത്രമേ ഉള്ളൂ ഗൈസ്, ഹാപ്പി ഇല്ല ഇവിടെ അല്ലേ. ഹാപ്പി ഇല്ലല്ലോ. ഈ കുട്ടി നോക്കിയൊക്കെ ഈ കുട്ടി നോക്കി എന്തൊരു പാവം കുട്ടി എന്നറിയാം. അപ്പം ഉറങ്ങിയത് ഇതുവരെ നീച്ചിട്ടില്ല. ഇത് മിക്കവാറും ഞാൻ ഈ ഒരു വിമാനം വാങ്ങിക്കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഒരു സീറ്റ് ഞാൻ വാങ്ങിക്കൊടുക്കേണ്ടി വരും. അതിന് തിരിപ്പിടിക്കലിപ്പോൾ പറഞ്ഞു. അങ്ങനെ ഫ്ലൈറ്റ് മൂവ് ചെയ്യൽ തുടങ്ങി കേട്ടോ. അപ്പോൾ കയറിയപ്പോൾ തന്നെ അലേഹ കാട്ടുന്ന പരിപാടികൾ കണ്ടില്ലേ. ഇപ്പോൾ മൂവ് ചെയ്യൽ തുടങ്ങിയിട്ടുള്ളൂ. ഇനി നമുക്ക് 5 മണിക്കൂർ ഇതിലിരിക്കണം. എന്തായാലും ആദ്യം നമുക്ക് അലേഹക്ക് കുറച്ച് ഞാൻ കലക്കി കൊടുത്തിട്ട് അലേഹ ഉറങ്ങുമെന്ന് നോക്കാം. പക്ഷെ ആ ഒരു ടാസ്ക് എന്തായാലും ഫെയിലായിട്ട് ഓൾ കുടിക്കണില്ല. പിന്നെ സിനുവിന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതേമാതിരി ഫ്ലൈറ്റിലെ എയർ ഹോസ്റ്റ് കൊടുക്കുന്നതാണ്. ഞാൻ വിചാരിച്ചൊരു മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിലാവും വെള്ളം കിട്ടുക, ചെറിയ കുപ്പി. നോക്കുമ്പോൾ ഒരു ഗ്ലാസ്സിലാട്ടോ കൊടുന്ന് കൊടുക്കണം. നമ്മൾ പോകുന്നത് എയർ ഇന്ത്യയിലാണ്. അലേഹ പിന്നെ അലേഹൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് മക്കളെ. വണ്ടിയിൽ കയറിയിട്ട് അലേഹ ഒതുങ്ങിയിരിക്കുന്നില്ല. ആ ഫ്ലൈറ്റിൽ ഈ തല തൊട്ട് ആ തല വരെയും അലേഹ ഓട് തന്നെയാണ്. ഒരു ഓട്ടോ ഓടുക, ആ ഗ്യാപ്പിൽ നമ്മൾ പാല് കൊടുക്കുക. എൻ്റെ കുട്ടിയുടെ വിചാരം ഇത് KSRTC ആണെന്നാണ്. ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടീനെ നോക്കുന്നുണ്ട്. കുട്ടീൻ്റെ തള്ളയാണെന്ന് നോക്കി നല്ല ചെറിയ കുട്ടീനായിട്ട് ഓൾ ഇങ്ങനെ ഉറങ്ങുക. ഞാൻ ഈ കുട്ടീനെ നോക്കി അങ്ങോട്ടും നോക്കുക നോക്കി
അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ കഴിച്ചിലായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഓല് നടക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ മോള് ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും 5 മണിക്കൂറിൽ ഈ ഫ്ലൈറ്റിലെ എല്ലാ ആൾക്കാരും മോള് പരിചയപ്പെട്ടു നല്ല കമ്പനി ആയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് എൻ്റെ ജീവിതത്തിൽ ഫ്ലൈറ്റ് യാത്ര കയറിയിട്ട് വേഗം ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം ആദ്യമായിട്ടാ. ഈ കുട്ടി തൊഴിലും കെടുത്തിട്ടേ ഇല്ല വന്നില്ല. അപ്പം എന്നാലും കാശ് ചാലോ നമ്മൾ എയർ ഇന്ത്യയിലാണ് വന്നത്. എയർ ഇന്ത്യയിലാണ് വന്നത്. അലേഹക്കിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ തൊഴിലും കെടുത്തിട്ടേ എത്ര വെച്ചിട്ട് ഈ കുട്ടി ഇങ്ങനെ മണിക്കൂറോളം ഇരുന്നിട്ട് ഈ കുട്ടിക്ക് എന്താണ് ഭ്രാന്ത് വരിക. ഉള്ള ഒരു മുന്തിരി ജ്യൂസ് വാങ്ങിയായിരുന്നു. ഞങ്ങളൊന്ന് കണ്ണടച്ച ഗ്യാപ്പിലോട് താഴത്ത് ഇറങ്ങിയ മുന്തിരി ജ്യൂസൊക്കെ ഇന്നലെ എടുത്ത പുതിയ കിടോപ്പിൽ നിന്ന് എന്താക്കി അപ്പൊ പോവാണേ. പാസഞ്ചർ ഈ കുട്ടി ഇങ്ങോട്ട് വാ. നമ്മളിപ്പോ നമ്മുടെ നാട്ടിലല്ല പിടിച്ചോണ്ട് പോവന്നെ. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ഖത്തറിലെത്തി. ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലേഹനൊന്ന് ഒരുക്കണം ഗൈസ്. ഫുള്ള് മുന്തിരി ജ്യൂസിനും എയർപ്ലെയിനും വല്ല KSRTCൻ്റെ മാതിരിയാക്കി ഗൈസ്. പക്ഷെ നമ്മുടെ നെല്ലിപ്പലക കണ്ടു എന്ന് പറഞ്ഞ മാതിരി ഇനി നമുക്ക് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം? എക്സിറ്റ് ഇതറ കണ്ടോ? ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഗ്ലാസ് പിടിക്കല്ലേ ഐബു. നമ്മളെവിടെയുള്ള ഐബു? ഖത്തറിൽ. ഐബു നോക്കിയത് ഏതാ സ്ഥലം എന്ന്. ഞങ്ങൾ സിമ്മൊക്കെ കയറ്റി. എന്താണ് അലേഹ? ഉമ്മല്ല അവിടെ, ഉമ്മയൊന്നുമില്ല. ഇങ്ങോട്ട് വാ പൊന്നലേഹ. ഒളിച്ച് കളിക്കാനുള്ള നേരല്ലേ ഇങ്ങോട്ട് പോനെ. ഖത്തർ എയർപോർട്ടാണ്. നല്ല വെള്ളമൊക്കെ വീഴുന്നുണ്ട്. ഖത്തർ എയർപോർട്ട്. അങ്ങനെ ഗൈസ് ലഗേജിന് വെയിറ്റ് ചെയ്യാണ്. ലഗേജ് ഇതാ. സിനു അതായിരിക്കുന്നത്. സിനുകൾ ഇപ്പം കുളിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ ലഗേജുകളൊക്കെ കിട്ടി. ഒരുപാട് വീഡിയോ ഒക്കെ എടുക്കണം നമ്മൾ വിചാരിച്ചു. അതിന് പക്ഷെ ഒന്നും നടക്കില്ല ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളെ നോക്കാൻ തന്നെ നേരം കിട്ടുന്നില്ല. പിന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഖത്തറിലെത്തി. ഇനി ഉമ്മാക്കൊക്കെ ഒന്ന് വിളിച്ച് പറയണം. എനിക്കാണെങ്കിൽ ഇവിടെ റേഞ്ചില്ല. ഈ സൈഡിലേക്ക് നടക്ക്. അങ്ങനെ ലഗേജുകളൊക്കെ കിട്ടി നമ്മൾ പുറത്തിറങ്ങി. സിനുവിൻ്റെ വീട്ടുകാർ നമ്മളെ കൂട്ടാൻ വന്നായിരുന്നു കേട്ടോ. എന്തായാലും അവിടെ പോയിട്ട് റൂമും കാര്യങ്ങളും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. എന്തായാലും നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്തറിൻ്റെ മണമുള്ള ഖത്തറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. പിന്നെ കൂടുതൽ ദിവസമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് മാക്സിമം സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കണം.